ഞാൻ പല വീഡിയോകൾ പറഞ്ഞതാണ് മലബാറിലെ സ്ത്രീകൾ മാറുന്നു, പെൺകുട്ടികൾ മാറുന്നു. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും. അതേപോലെ തന്നെ അവർ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിലാണെങ്കിലും. കാരണം വിദ്യാഭ്യാസം കയറി. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ക്ലാസിക് തെളിവാണ്. അതായത് ഗ്രാൻഡ് പേരൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് ഏകദേശം 22 വർഷം മുമ്പ് മരിച്ചുപോയി. അപ്പോൾ അവരുടെ കൊച്ചുമക്കളും മക്കളുമായിട്ട് കുലു മണാലിയിൽ പോയിട്ട് ഐസിൽ അവരുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് അവരുടെ പ്രായമൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിലെ ഉസ്താദന്മാരുടെ ഒരു ലോഡ് കുരുക്കളാണ് പൊട്ടിയത്. കാരണം അവർക്കൊന്നും ഇത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും പ്രായമായ സ്ത്രീ പേരക്കുട്ടികളുടെ അടുത്ത് അവർ ഐസിൽ കളിക്കാൻ പോകുന്നു, അതിൻ്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ഇതാണ് റവല്യൂഷണറി ചേഞ്ച് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇറാനിലുണ്ടായ സംഭവമല്ല, അത് ലോകം മുഴുവനുണ്ടായ കേരളത്തിൽ ആദ്യം പ്രതിഫലിക്കും. കാരണം ഫ്രീഡം എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. നിങ്ങൾ മതച്ചെങ്ങലകൾ കൊണ്ടും അതേപോലെ തന്നെ ഈ ചാക്ക് കൊണ്ടൊക്കെ അടക്കി വെച്ചിരുന്ന സാധനം പൊട്ടി അങ്ങോട്ട് പുറകോട്ട് മുമ്പ് വരുമ്പോൾ ഈ ഉസ്താദന്മാരെയൊക്കെ മടൽ വെട്ടി ഈ സ്ത്രീകൾ അടിക്കും. കാരണം ഇവർക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട്, അവർ ഇത്രയും വർഷം അവർ വളരെ പട്ടിണിയും പാടും കിടന്നാണ് അവരുടെ കുട്ടികളെ വളർത്തിയത്. കാരണം 22 വർഷം മുമ്പ് അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അവർ ഈ പറയുന്ന വേദവും മന്ത്രവും അതേപോലെ തന്നെ പള്ളിയും ഖുറാനും ഒക്കെ ഓതി മുന്നോട്ട് പോയ സ്ത്രീ. അപ്പോൾ അവർക്ക് പേരക്കുട്ടികളുടെ അടുത്ത് ഈ മണാലി പോയതാണ് ഉസ്താദന്മാരെ ചൊടിപ്പിച്ചത്. കാരണം മറ്റുള്ളവർ നാളെ പോവും. കാരണം ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. AP സുന്നി വിഭാഗത്തിൻ്റെ നേതാവ് ഉൾപ്പെടെ മറ്റ് പല നേതാക്കൾക്കും, അതായത് ഉസ്താദന്മാരുടെ ഗുരുവല്ല അവൻ്റെ വെടി തീർന്നു പോയി. കാരണം ഇത് തുടക്കമല്ല, ഇതുണ്ടാകാൻ പോകുന്നത് മലബാറിൽ നിന്നും ഈ സ്ത്രീകൾ ആലോചിച്ച് നോക്കുക. ഇത് നിങ്ങൾ ഈ പറയുന്ന പ്രായമുള്ള സ്ത്രീകളെ ഈ പറയുന്ന ചാക്കെടുത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ചാക്കിട്ട സ്ത്രീ തന്നെയാണ് ഈ പോയി കാണിക്കുന്നത്. അതാണ് ഉസ്താദന്മാർക്ക് ദഹിക്കാൻ പറ്റാതായത്. കാരണം മതത്തിൻ്റെ ചങ്ങല അങ്ങോട്ട് പൊട്ടിയെറിയുകയാണ്. സ്വാതന്ത്ര്യം അത് ബേസിക്കലി നോളജ് സ്വതന്ത്രയാക്കുമെന്ന് പറയാൻ പല ആൾക്കാരും പറയുന്നത് എത്രയോ കറക്റ്റാണ്. കാരണം മതമല്ല ഇവിടുത്തെ ആവശ്യം മനുഷ്യനാണ്. ഈ മതത്തെ പിടിച്ച് ജീവിച്ച് മനുഷ്യനെ മുഴുവനും നശിപ്പിച്ച് അവനെ ഈ പറയുന്ന മദ്രസയിലൊക്കെ വിട്ട് അരപ്രാന്തിനും മുഴുപ്രാന്തിനും അതേപോലെ തന്നെ വിഡ്ഢിത്തരം മാത്രം പറഞ്ഞ് പഠിപ്പിച്ച് അവനെ നശിപ്പിച്ച് അവനൊരു ഹമാസിൻ്റെയും ഭീകരവാദിയാകുന്നതിൻ്റെ പുറകിലാരാണ്? ഈ മതവുമായിട്ട് ബന്ധപ്പെട്ട ഉസ്താദന്മാരാണ്. അവർ പ്രോപ്പറായിട്ട് ഇവരെ ഗൈഡൻസ് കൊടുത്ത് ടീച്ചിങ് കൊടുത്തിരുന്നുവെങ്കിൽ, ഈ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നുവെങ്കിൽ ഇതേപോലെ പൊട്ടിത്തെറി ഇവർ പൊട്ടിത്തെറി ഭയങ്കരമായിട്ടുണ്ടാക്കാൻ പോവുകയാണ്. മലബാർ മുഴുവൻ ഇളക്കി അങ്ങ് മറിക്കും. നിങ്ങൾ കണ്ടോണം വരാൻ പോകുന്നത്. ഈ സ്ത്രീകളും മുഴുവനും തെരുവിലോട്ടങ്ങ് ഇറങ്ങും. ഇവന്മാരെ ഓടിച്ചിട്ടടിക്കും. ഒരു പ്രായമുള്ള സ്ത്രീ ചെയ്ത് കഴിയുമ്പോൾ പല ചെറുപ്പക്കാരികളായ സ്ത്രീകൾ പോലും, പെൺകുട്ടികൾ, നിങ്ങൾ കണ്ടു, ഒരു മുസ്ലിം പയ്യൻ്റെ ഡൈവോഴ്സ് കഴിഞ്ഞൊരു ഹിന്ദു പയ്യനെയാണ് കല്യാണം കഴിച്ചത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായത് ദൃഷ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സംഭവം ഞാനതിനെപ്പറ്റി വീഡിയോ ചെയ്തു. ഇതേപോലെ എൻ്റെ കൂടെ ജോലി ചെയ്ത പെൺകുട്ടി, അപ്പോൾ ഞാൻ പേര് പറയുന്നില്ല, ജസ്ന. ഇപ്പോൾ എത്ര അഡ്വാൻസ്ഡാണ് സംസാരിച്ചപ്പോഴാണ് പിടി കിട്ടിയത്. അതേപോലെ പല പെൺകുട്ടികളും ഞാനുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇൻട്രാക്ട് ചെയ്യുന്നവർ, അവർക്കൊക്കെ ഇതങ്ങ് ശരിക്കും മടുത്തു എന്ന് പറയുന്നത് അവർക്ക് വീടുകളിൽ പോകാൻ താല്പര്യമില്ല. ബാംഗ്ലൂരും ഡൽഹിയിലും കൊച്ചിയിലും ഈ ആലുവ ഭാഗത്തൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് വീട്ടിൽ പോകാൻ താല്പര്യമില്ല. കാരണം 1% പോലും സ്വാതന്ത്ര്യമില്ലാത്ത വീടും അതിൻ്റെ അടുത്തുള്ള അയൽക്കാരും നാട്ടുകാരെ ഇവരെ അങ്ങ് പൊതിഞ്ഞ് നാശമാക്കിയേക്കുക. ഇവരേതെങ്കിലും വസ്ത്രം ഇടാൻ പറ്റത്തില്ല. കാരണം ഈ പറയുന്ന ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞ പിശാച് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇവരിങ്ങനെ പുറകെ നിൽക്കുക മറ്റേ കഴുകൻ്റെ കണ്ണുമായിട്ട്. കാരണം ഇവർക്ക് ഞങ്ങളെ കാണുന്ന പ്രശ്നമാണ്. അതിലൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞതാണ്, ആ പെൺകുട്ടിയുടെ ഉപ്പായോട് പറഞ്ഞെന്ന് പോലും, നോയമ്പ് സമയത്ത് നിൻ്റെ മോൾ ഇതേപോലെയുള്ള വസ്ത്രം വിട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ നോയമ്പ് മുറിഞ്ഞു പോകുന്നത്. ആലോചിച്ച് നോക്കുക എത്രമാത്രം ഞരമ്പ് രോഗിമാരെന്നൊക്കെ. ഇതിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഇതാണ് ബ്രേക്ക് എന്ന് പറയുന്ന സംഭവം. അതായത് ഇറാനിലുണ്ടായ സംഭവം മലബാറിൽ കയറി ആഞ്ഞടിക്കും. ഇതിന് വലിയ സമയമൊന്നുമില്ല.
ഈ പറയുന്ന ISISൻ്റെ ഹമാസിൻ്റെ ഭീകരന്മാരെയൊക്കെ ഈ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടി അടിക്കും. കാരണം ഇവന്മാരെല്ലാം പൊട്ടത്തരവ കാണിക്കുന്ന ഈ പെൺകുട്ടികൾക്കറിയാം. കാരണം ഇവരെ അടിച്ചമർത്താൻ വേണ്ടി ഇവരുണ്ടാക്കിയെടുക്കുന്ന ഓരോ ജൽപ്പനങ്ങളാണിത് മുഴുവനും. ഇത് മതമൊക്കെ പേര് പിടിച്ച് അങ്ങനെയാണെങ്കിൽ പല പെൺകുട്ടികളും വന്നാൽ മതം വേണ്ട. ഒരു പെൺകുട്ടി ചോദ്യമുണ്ട് ഒരു ഉസ്താദിനോട്, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. എന്തിനാണ് ഈ പ്രവാചകനായിട്ട് എന്തുകൊണ്ട് ഒരു സ്ത്രീ ആവുന്നില്ല? ഒരു ചോദ്യമാണ്, അത് സോഷ്യൽ മീഡിയ വരുന്ന ചോദ്യമാണ്. അപ്പോൾ ഈ ഇപ്പോൾ ഉത്തരം കൊടുക്കുന്ന ഉസ്താദ് പറയുന്നത് ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. കാരണം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം പല ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാതാവുമ്പോഴാണ് നിങ്ങളെ ജനങ്ങൾ അറിയുന്നത്. പണ്ട് സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഈ വാഗ്ധോരണി സംഭവം അതും ഇതുമൊക്കെ പറയുമല്ലോ. ഇന്നെന്താ ആരും പറയാത്തത്? കാരണം ഇതിനെ എതിർക്കുന്ന ഏറ്റവും കൂടുതലും മുസ്ലിങ്ങൾ തന്നെയാണ്. അവർ തന്നെ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം ആദ്യം ഇതിനെ എല്ലാവരും ഇഗ്നോർ ചെയ്തു പോയി. മറ്റുള്ള ഈ കോവിഡ് സമയത്ത് ക്രിസ്ത്യൻ പല ഫാസ്റ്റേഴ്സും മറ്റുള്ള പലരും നിങ്ങളെ എതിർക്കാൻ തുടങ്ങി. ഇപ്പം മുസ്ലിം വിഭാഗത്തിൽ നിന്നും ആണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്. ഈ അറ്റാക്ക് എവിടെ ചെന്ന് നിൽക്കുന്നതെന്നറിയോ? വലിയൊരു വിഭാഗം ഉണ്ടാകാൻ പോകുന്ന, അത് ചെറുപ്പക്കാർ മാത്രമല്ല, പ്രായമുള്ളവർ ഉൾപ്പെടെയുള്ളവർ എക്സ് മുസ്ലിംസിൻ്റെ എണ്ണം കൂടുകയാണ്. അതോടുകൂടി മലബാറിൽ വെളിച്ചം വീശും. ഇന്നും അന്ധകാരത്തിൽ കിടക്കുകയാണ് ഈ മലബാർ. കാരണം ഞാനവിടെ വിസിറ്റ് ചെയ്തപ്പോൾ മനസ്സിലായത്, കാരണം ഈ പറയുന്ന ഡെവലപ്മെൻ്റ് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഗൾഫിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടി അവരൊന്നും അവിടെ നിൽക്കാതെ വേറെ പലയിടത്തും പോയി പഠിക്കുന്നു. ഈ കുട്ടികളൊക്കെ പഠിച്ചങ്ങോട്ട് പുറത്തോട്ടിറങ്ങി കഴിയുമ്പോൾ ആദ്യം അടിച്ചൊടിക്കുന്ന ഉസ്താദന്മാരെ മടൽ കൊണ്ട് അടിച്ചോടിക്കും. കാരണം ഇവരുടെ ഉപ്പായെയും ഇവരുടെ പേരൻസിനെയും മദറിനെയും ഗ്രാൻഡ് പേരൻസിനെയും നശിപ്പിച്ചത് ഈ മതത്തിൻ്റെ ഉസ്താദന്മാരാണ് പലതും പറഞ്ഞ്. ഇതിൻ്റെ സംഭവമാണ് മണാലി കണ്ടത്. മണാലി എന്ന് പറയുന്നൊരു ലാൻഡ് മാർക്ക് സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം മണാലി വെച്ചുള്ള ആ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത്ര വൈറലായി. അതിനെപ്പറ്റി കമൻറ്റുകൾ വന്നു. ഉസ്താദന്മാർ ഓടിച്ചിട്ട് നശിപ്പിക്കുന്ന കമൻറ്റുകൾ കയറി വരുന്നു. അതായത് മനസ്സിലാക്കുക, മലബാർ എന്ന് പറയുന്ന ലോകത്തിന് മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. ഈ ഈ ഇറാനിൽ സംഭവിച്ചതുപോലെ ആ മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഉസ്താദന്മാരും ഈ പറയുന്ന ഹമാസിനെയും ഭീകരപ്രവർത്തകരെയും ISISനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവന്മാരുടെ അവസാന നാളുകളിലോട്ട് പോവുകയാണ് മലബാർ. ഇതോടുകൂടി മലബാറിലുണ്ടാകുന്ന മാറ്റം അത് മിനി പാകിസ്ഥാൻ എന്നുള്ള പേര്, ദുഷിച്ച പേര് ഇല്ലാതാക്കാൻ ഇടയുണ്ടാകും.